ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് കാണിച്ച് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് വിനയായി മാറിയത്. വിശാല ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളാണ് 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയം. ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ബെഞ്ച് എപ്പോൾ മുതൽ വാദം കേട്ടു തുടങ്ങുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടില്ല. യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാൻ 2019 അന്നത്തെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിൽ 9-അംഗ ബെഞ്ച് രൂപവൽക്കരിച്ചിരുന്നു. ആ ബെഞ്ചിലെ അംഗങ്ങളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള ഏക ജഡ്ജി നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. ബെഞ്ചിലെ മറ്റംഗങ്ങൾ എസ് എ ബോബ്ഡെ, ആർ ഭാനുമതി, അശോക് ഭൂഷൺ, എൽ നാഗേശ്വര റാവു, മോഹൻ എം ശാന്തന ഗൌഡർ, എസ് അബ്ദുൾ നസീർ, ആർ സുഭാഷ് റെഡ്ഡി, ബി ആർ ഗവൈ എന്നിവരായിരുന്നു. മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടുള്ള ഹർജികളുടെ വാദം കേൾക്കാനായി 9 ജഡ്ജിമാരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും പറഞ്ഞപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് ശബരിമലയെ പരാമർശിച്ചത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെയും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജികൾ ഉൾപ്പെടെയുള്ള കേസുകൾ പരിഗണനയിലുണ്ട്. പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജികൾ, സമുദായത്തിന് പുറത്ത് വിവാഹം കഴിക്കുന്ന പാഴ്സി സ്ത്രീകൾക്ക് ക്ഷേത്ര പ്രവേശനം വിലക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി എന്നിവയും ഈ വിഭാഗത്തിലായുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാൻ 2019 9-അംഗ ബെഞ്ച് രൂപീകരിച്ചിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ചത് 2018 സ്ത്രീകളെ ദൈവമായി ആരാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്ത്രീകളോട് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് തരം താഴ്ത്തലിന് തുല്യമാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളോട് വിവേചനം പാടില്ല. ശാരീരികവും ജൈവികവുമായ നിലകൾ കണക്കിലെടുത്താകരുത് ദൈവവുമായുള്ള ബന്ധം വിലയിരുത്തേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അന്ന് പറഞ്ഞു. വിധി എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാണെന്നും കോടതി നിരീക്ഷിച്ചു. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരല്ല. ശബരിമലയിലെ ആചാരം ഹിന്ദു സ്ത്രീകളുടെ അവകാശം ഹനിക്കുന്നതാണ്. അയ്യപ്പ വിശ്വാസികൾ പ്രത്യേകം സമുദായമല്ല. ലിംഗവിവേചനം ഭക്തിക്ക് തടസ്സമാകരുത്. 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി വിലയിരുത്തി. അതേസമയം 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാർ ഒരേ അഭിപ്രായം കുറിച്ചപ്പോൾ ഏക വനിതാ ജഡ്ജിയായ ഇന്ദു മൽഹോത്ര വിയോജിച്ചു. ജസ്റ്റിസ് നരിമാൻ പ്രത്യേക വിധി പ്രസ്താവന നടത്തിയെങ്കിലും ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾ അയ്യപ്പന്റെ മുൻപിൽ ഒരുപോലെയാണ്. ആർത്തവകാലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ സ്ത്രീകളെ വേർതിരിക്കുന്നത് ശരിയല്ല. 10-നും 50-നും ഇടയിൽ പ്രായമുള്ളവരെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തതിന് ഭരണഘടനയിലെ 26-ാം അനുച്ഛേദത്തിന്റെ പിൻബലമില്ല. 41 ദിവസത്തെ വ്രതം സ്ത്രീകൾക്ക് എടുക്കാനാകില്ലെന്ന വാദം അംഗീകരിക്കാനാകില്ല. സ്ത്രീകളെ ദുർബലരായി കാണുന്നതാണ് ഈ വാദമെന്നും ജസ്റ്റിസ് നരിമാൻ പറഞ്ഞു. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു. സ്ത്രീകളെ തരം താഴ്ത്തുന്ന വിശ്വാസങ്ങൾക്ക് അംഗീകാരം നൽകാൻ കോടതിക്ക് സാധിക്കില്ല. മതനിയമങ്ങൾ വെച്ചു പുലർത്താൻ മതങ്ങൾക്ക് അധികാരമുണ്ട്. എന്നാൽ ഏത് രീതിയിലുള്ള മതനിയമങ്ങളും ഭരണഘടനയുമായി യോജിച്ചു പോകുന്നതായിരിക്കണമെന്നും ചന്ദ്രചൂഡ് വ്യക്തമാക്കി. ഹർജിക്കാർ ഉയർത്തിയ പ്രശ്നങ്ങൾ എല്ലാ മതങ്ങളെയും ബാധിക്കുന്നതാണെന്നായിരുന്നു ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധി. മതവികാരങ്ങൾ ഉൾപ്പെട്ട വിഷയങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്നതാകും അഭികാമ്യമെന്നും അവർ വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജഡ്ജിമാരായ റോഹിൻടൺ നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരുൾപ്പെടുന്നതാണ് ബെഞ്ച്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് പ്രധാന ഹർജിക്കാർ. 2017 ഒക്ടോബർ 13-നാണ് ശബരിമല കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റിയത്. ഭരിക്കുന്നത് ആരായാലും
സുപ്രീം കോടതിക്ക് മുന്നിൽ സ്റ്റേറ്റ് ഓഫ് കേരള മാത്രമേയുള്ളൂ. ഭരണം മാറിയെന്നും പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് നിലപാട് മാറ്റാനാകുമോ എന്ന് ശബരിമല കേസ് പരിഗണിക്കവേ 2016 സുപ്രീം കോടതി ചോദിച്ചതും അതുകൊണ്ടാണ്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് LDF സർക്കാർ 2007 മുതൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുകയാണെന്ന് UDF സർക്കാർ പറഞ്ഞപ്പോഴായിരുന്നു ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ചോദ്യം. കേരള സർക്കാരിനോട് ഇതേ ചോദ്യം സുപ്രീം കോടതിക്ക് ഇനിയും ആവർത്തിക്കേണ്ടി വരുമോ? ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം വിലക്കുന്ന കേരളത്തിലെ ചട്ടം ചോദ്യം ചെയ്ത് 2006 ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ശബരിമല കേസിന്റെ തുടക്കം. ആദ്യ വർഷം പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. 2007 VS സർക്കാർ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം നൽകുകയായിരുന്നു ആദ്യ ട്വിസ്റ്റ്. അതായത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നത് കമ്മ്യൂണിസ്റ്റ് നിലപാടായിരുന്നു. തുടർന്ന് അടക്കമില്ലാതെ കിടന്ന ശബരിമല കേസ് 2016 ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുന്നിലെത്തിയതോടെ വീണ്ടും ഉണർന്നു. ആചാരം സംരക്ഷിക്കണമെന്നും യുവതീ പ്രവേശനം അനുവദിക്കാനാകില്ലെന്നും ഉമ്മൻചാണ്ടി സർക്കാർ അറിയിച്ചപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. സർക്കാരിന്റെ നിലപാട് മാറ്റാനാകുമോ എന്ന ചോദ്യം കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണെങ്കിൽ തീർച്ചയായും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. പിന്നീട് കേസ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലെത്തിയപ്പോഴേക്കും അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ വീണ്ടും നിലപാട് മാറ്റി യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു. 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച് വിധിയും വന്നു. തുടർന്ന് ഒരു കൂട്ട പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചത്. പരിശോധനാ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ഞെട്ടിച്ചത് ദേവസ്വം ബോർഡാണ്. നേരത്തെ യുവതീ പ്രവേശനത്തെ ശക്തമായി എതിർത്ത ബോർഡ് മലക്കം മറിഞ്ഞു. പുനഃപരിശോധനാ ഹർജി പരിഗണിച്ച 5-അംഗ ബെഞ്ച് റഫർ ചെയ്ത നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ 2020 9-അംഗ സംഘം ബെഞ്ചുണ്ടാക്കിയെങ്കിലും ഒരു ദിവസം മാത്രമാണ് വാദം കേട്ടത്. കോവിഡ് വന്നതോടെ മാറ്റിവെച്ച കേസ് പിന്നീട് ഇന്ന് വരെ പരിഗണിച്ചില്ല. ഇപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് രംഗത്തെത്തിയത്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ തിരുത്ത് ഉടൻ നടക്കില്ല. യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വേണമെന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനുമേൽ കോൺഗ്രസിന്റെയും BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും സമ്മർദ്ദമുണ്ട്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് സർക്കാരിനും ഇപ്പോൾ വലിയ നിർബന്ധമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് കാരണം. ദേവസ്വം ബോർഡിനും സമാന അഭിപ്രായമാണ്. കേസ് കോടതിയിലെത്തുമ്പോഴേ ഇതേപ്പറ്റി ആലോചിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് ബോർഡും സർക്കാരും. പുനഃസംഘടിപ്പിച്ച 9-അംഗ വിശാല ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കാൻ അവസരമുണ്ട്. പക്ഷേ വിശാല ബെഞ്ച് പരിഗണിക്കുന്ന ഭരണഘടനാ വിഷയങ്ങളുടെ വാദത്തിന്റെ ഭാഗമായാണ് നിലപാട് അവതരിപ്പിക്കേണ്ടത്. അതിന്റെ സ്വീകാര്യത കോടതിയാണ് നിശ്ചയിക്കുന്നത്. അതായത് പിണറായി സർക്കാർ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്ന മുൻ സത്യവാങ്മൂലം തിരുത്തുമോ എന്നാണ് അറിയേണ്ടത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് പിൻവലിക്കണമെന്നും മന്ത്രി VN വാസവൻ തനിക്ക് ഉറപ്പു നൽകിയെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ അഫിഡവിറ്റ് പിൻവലിക്കേണ്ടത് നിയമവകുപ്പും ദേവസ്വം വകുപ്പുമാണ്. നിയമവകുപ്പ് നടത്തിയ അന്വേഷണങ്ങൾക്ക് തൽക്കാലം നിലവിലെ സ്ഥിതി തുടരാനാണ് ലഭിച്ച മറുപടി. അതായത് G സുകുമാരൻ നായരെ പിണറായി പറ്റിച്ചുവെന്ന് ചുരുക്കം. സർക്കാരിന് NSS പിന്തുണ പ്രഖ്യാപിച്ചതോടെ സർക്കാർ അത്തരം ചിന്തനങ്ങളെല്ലാം ഉപേക്ഷിച്ചു. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നാണ്. ആ കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയിൽ തന്റെ സബ്മിഷനിൽ പറഞ്ഞിട്ടുണ്ട്.